പരമരസ്മിച്ചും നാലാം ബ്രഹ്മം ഭാഷ്യം. സുഖിത്വ ദുഃഖത്വാദിദർശനം നേദിച്ച് മന്ദിക്കതേ ലോകദുഃഖേന ബാഹ്യമായി ശ്രദ്ധേ പ്രത്യക്ഷാദ വിരോധാദായുക്തമിതി വാദ്യാശ്രയ ജനിത വിശേഷ വിഷയത്വാത്പക്ഷിത്ത പ്രത്യക്ഷാദേ ദ്രഷ്ടാരം പശ്യ വിജ്ഞാതാരം വരേക്കേന അവിജ്ഞാതം വിജ്ഞാത്ര ഇത്യാദി ശ്രുതിഭ്യോ ആത്മവിഷയം വിജ്ഞാനം തർഹി ബുദ്ധ്യാദി ഉപാധി ആത്മപ്രതിച്ഛയ വിഷയമേവ സുഖിതോഹം ദുഃഖിതോമഹമിത്യവുമാതി പ്രത്യക്ഷ വിജ്ഞാനം. അഹം അയമഹമിതി വിഷയേന വിഷയേന സമാനാധികരണവിചാരാസ്തി ദൃശ്യവൃത്തി അന്യാത്മപ്രതിഷേധാച്ച് ദേഹാവയവിശേഷ്യത്വാച്ച് സുഖദുഃഖയോർ വിഷയധർമ്മത്വം. ഇവിടെ ചർച്ച ചെയ്തത് എന്താണ്? ജീവന്റെ സുഖദുഃഖ അനുഭവങ്ങൾ അത് തന്നിലാണ് സുഖവും ദുഃഖവും എന്നാണ് അനുഭവം. താൻ അവിടെ ആരാണ് താനായിട്ട് അറിയുന്നത്? ജീവഭാവത്തെയാണ്. അപ്പൊ ജീവനിലാണ് സുഖവും ദുഃഖവും. അത് പരിശുദ്ധ ചൈതന്യത്തിലല്ല സുഖദുഃഖങ്ങൾ. പരിശുദ്ധ ചൈതന്യത്തിൽ ഈ അനുഭവിക്കുമാവുന്ന സുഖമോ ദുഃഖമോ ഇല്ല. സുഖദുഃഖങ്ങളെല്ലാം അന്ധകരണ പരിണാമമാണ്. അന്ധകരണത്തിലാണ് അനുഭവിക്കുന്നത്. ഇതാണ് ഇവിടെ ചർച്ച ചെയ്തത്. അങ്ങനെ വരുമ്പോൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവന്റെ എന്നല്ല ഇവിടെ അത് പറഞ്ഞു സാക്ഷി. അതിന്റെ പിന്നിലുള്ള സാക്ഷിയിലാണ് ജീവൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് തത്വജ്ഞന്റെ അനുഭവം, സാക്ഷിയാണ് അതിന്റെ പിന്നിൽ എന്ന്. അപ്പൊ ഇവിടെ തർക്കത്തെ ആശ്രയിച്ചാണ് പറഞ്ഞത്. ഇനി പൂർവക്ഷി ചോദിക്കുന്നു, ആത്മനസ്തുകമായ ആത്മാർത്ഥത്വശ്രുതേരയുക്തമിരിച്ച് ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. അടുത്ത് മൈത്രേയ യാജ്ഞവൽക്ക ഉപദേശിക്കുന്ന ഭാഗമുണ്ട്. അവിടെ ഇത് വളരെ വിശദമായി പറയുന്നുണ്ട്.
അനേക ഉദാഹരണങ്ങളിലൂടെ മൈത്രേയി ബ്രാഹ്മണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ പറയുന്നത് എന്താണ്? സഹോവാച നവാരേ പത്യോ കാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭവതി നവാരേ ജായായി കാമായ ജായാ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാ പ്രിയാ ഭവതി നവാരേ പുത്രാണാം കാമായ പുത്രാഃ പ്രിയാ ഭവതി ആത്മനസ്തു കാമായ പുത്രാഃ പ്രിയാ ഭവന്തി നവാരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി നവാരേ ബ്രഹ്മണഃ കാമായ ബ്രഹ്മപ്രിയം ഭവതി ആത്മനസ്തു കാമായ ബ്രഹ്മപ്രിയം ഭവതി നവാരേ ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി ആത്മനസ്തു കാമായ ക്ഷത്രം പ്രിയം ഭവതി നവാരേ ലോകാനാം കാമായ ലോകാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ലോകാഃ പ്രിയാ ഭവന്തി നവാരേ ദേവാനാം കാമായ ദേവാ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ദേവാ പ്രിയാ ഭവന്തി നവാരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവ അരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യോ മൈത്രേയി ആത്മനോവാരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇതം സർവം വിദിതം. ഇതിനാണ് ഇവിടെ പറയുന്നത്. ഇത്രയും മൈത്രേയിക്ക് ഈ ആത്മാവിന് ഉപദേശിക്കുന്ന ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു ആത്മനസ്തുകമായ. കാരണം സുഖം തന്നിലാണ്, ആത്മാവിലാണ് സുഖം. ഇത് തനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മനസ്തുകമായ, തന്റെ സുഖത്തിന് വേണ്ടി എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു അർത്ഥമാണ് പൂർവക്ഷി പറയുന്നത്. അപ്പോ തനിക്ക് വേണ്ടി എന്ന് പറയുന്നു ആത്മാർത്ഥത്വത്തെ. അവിടെ തന്റെ സുഖത്തെക്കുറിച്ച് പറയുന്നു. തന്റെ സുഖത്തിന് വേണ്ടിയാണ് സർവവും എന്ന് പറയുന്നത്. അവിടെ എന്താണ് പറഞ്ഞത്? അരേവ മൈത്രേയി നഹി പത്യു കാമായ പതി പ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതി പ്രിയോ ഭവതി. അങ്ങനെയാണ് തുടങ്ങുന്നത്. പത്യു കാമായ, പതിയുടെ കാമായ പ്രയോജനായ എന്ന് ഭാഷകാരൻ വ്യാഖ്യാനം. പതിക്ക് വേണ്ടിയല്ല താൻ പതിയെ സ്നേഹിക്കുന്നത്, ആത്മനിഷ്ഠമായ തന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോന്നും പറയും. പതി, ജായ, പുത്രൻ, ലോകം, സർവ്വജീവന്മാരിലും ഇതിന്റെ അവസാനം പറയും സർവ്വലോകത്തിനും ഇതാണ് ഒരു പൊതുവായ നിയമം. അപ്പോ പതിക്ക് വേണ്ടി പതിയെ സ്നേഹിക്കുന്നു എന്ന് പറയും. താൻ എന്തിനു പതിയെ സ്നേഹിക്കുന്നു? കാരണം ആ സ്നേഹം പതിക്ക് ആവശ്യമുണ്ട്. താൻ സ്നേഹിച്ചില്ലെങ്കിൽ അത് പതിയെ സംബന്ധിച്ചൊരു നഷ്ടമാണ്. അപ്പോൾ പതിക്ക് വേണ്ടി അന്യാർത്ഥമാണ് സ്നേഹം എന്ന് കരുതുന്നു. അതുപോലെ അവിടെ പറയുന്നു ലോകത്തിന് വേണ്ടിയല്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കാറുണ്ടല്ലോ, സാധാരണ പറയാറുണ്ട്. തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് സ്വാർത്ഥത. അപ്പം ലോകത്തെ സ്നേഹിക്കും. പറയുന്നുമില്ല, ലോകത്തെ സ്നേഹിക്കുന്നത് നിന്റെ സ്വാർത്ഥതയാണ് അവിടെ പറയുന്നു. അല്ല, ലോകത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല. അതാണ് പത്യുക്കാമായ. അതിനുവേണ്ടിയല്ല പതി പ്രിയനായിത്തീരുന്നത്. വെച്ചാൽ പതിയിൽ നിന്റെ പ്രിയത്വം വരുന്നത് ഒരിക്കലും പതിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ലോകത്തെ സേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായിട്ട് സ്വാർത്ഥതയാണ് എന്നാണ് പറയുന്നത്. വെച്ചാൽ തെറ്റിദ്ധരിക്കരുത്. ലോകത്തെ സേവിക്കേണ്ടെന്നല്ല, ലോകത്തെ സ്നേഹിക്കേണ്ടെന്നുമല്ല. പക്ഷെ അതിന്റെ തത്വശാസ്ത്രം ആത്മസ്നേഹമാണ്. അതൊക്കെ പറയും.
അതിന്റെ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നതോ ഇവിടെ പറയുന്നു. തദാവിദ്യക സംസാര അനുവാദി ഇവിടെ പറയുന്നു. ആവിദ്യക സംസാര അനുവാദം അത് ഭ്രാന്തിയാണ്. താൻ ലോകത്തിന് വേണ്ടി ലോകത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ലോകത്തെ സേവിക്കുന്നു എന്നുള്ളത് വെറും ഭ്രമം എന്ന് പറയുന്ന ആവിദ്യക സംസാരിത്വ അനുവാദീന. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആധാരം ഭ്രമമാണെങ്കിൽ പിന്നെ ലോകത്തെ സ്നേഹിക്കാനും സേവിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ല പറയുന്നു. എന്താണ് അതിന്റെ തത്വം? ഇവിടെ പതിയെ സ്നേഹിക്കരുതെന്നല്ല പറയുന്നു. ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്. പതിയെ സ്നേഹിക്കരുത്, പുത്രനെ സേവിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്, സേവിക്കരുത്, അങ്ങനെയല്ല. പക്ഷെ അത് കേവലം ഒരു വിഭ്രാന്തിയിലാണത് ചെയ്യുന്നത് എന്നാണ്. ലോക സ്നേഹവും ലോക സേവനവുമല്ല, അതിനാധാര വിഭ്രാന്തിയാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഗീതാഭാഷ്യത്തിൽ പറയുന്നത് കർമ്മയോഗം അജ്ഞന് വേണ്ടിയാണ്. അജ്ഞനെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തിയുള്ളവൻ, അവന് വേണ്ടിയിട്ടാണ്. അത് ജ്ഞാനിക്ക് കർമ്മയോഗമില്ല. കാരണം കർമ്മയോഗിയാണല്ലോ അന്യരെ സേവിക്കാൻ പോകും. അത് ഭ്രാന്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ആവിദ്യക സംസാരിത്വ അനുവാദേന. അവിദ്യകമായ സംസാരം, അവിദ്യാജന്യമായ ഈ അനുഭവം. കാരണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം പരനാണെന്നുള്ള ബോധം വേണ്ടേ. അന്യത്വ ബോധമില്ലാതെ പറ്റും. അന്യത്വ ബോധം വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഭ്രാന്തി. താൻ അവനെ സേവിക്കേണ്ടവനാണ്, അവൻ സേവിക്കപ്പെടേണ്ടവനാണെന്നുള്ള ആ ബോധം അത് ഭേദത്തിൽ നിന്നുണ്ടാകുന്ന. ഇപ്പോൾ തത്വജ്ഞാനികളോ അവർ കരുണ ഉള്ളവരാണ്. അഹേതുക ദയാസിന്ധു എന്നൊക്കെ പറയുന്നു. ദുഃഖേഷു സംസാരത്തിൽ നിന്നും അന്യരെ ഉദ്ധരിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് മഹാത്മാക്കൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ അതെങ്ങനെ ഉണ്ടാകും? അവിടെ അന്യത്വബോധം കൊണ്ടല്ല, പരത്വബോധം കൊണ്ടല്ല. പക്ഷെ അജ്ഞന് ആ പരബോധം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അത് സാംസാരികമാണ്, ഭ്രാന്തിയാണ്. തത്വജ്ഞനാണെങ്കിലും സർവഭൂതങ്ങളെയും സ്വാത്മാവിൽ കാണും. അതുകൊണ്ട് അവിടെ അന്യനായി കണ്ടു പിന്നെ അന്യനെ സ്നേഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് തത്വജ്ഞനിൽ കർമ്മയോഗം ഇല്ലാന്ന് പറയുന്നത്. അപ്പോൾ അത് സർവത്ര ആത്മസ്നേഹം തന്നെ, സർവത്ര പരമാത്മസ്നേഹം തന്നെ. അത് വിശേഷിച്ച് അന്യത്വബോധം കൊണ്ട് നാനാത്വബോധം കൊണ്ടുള്ള സ്നേഹമല്ല. പക്ഷെ അതും അജ്ഞൻ തെറ്റിദ്ധരിക്കും. അത് തന്നെ അന്യനായി കണ്ടുള്ള സ്നേഹമാണ് തത്വജ്ഞന്റെ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കും. ഇവിടെ അങ്ങനെയല്ല പറയുന്നു. അങ്ങനെ ഞാൻ പറയുന്നത് പത്യുഹ കാമായ ആ അന്യന്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല എന്നർത്ഥം. അപ്പോൾ ഒരാൾ രാപകലില്ലാതെ അന്യരെ സേവിക്കാൻ നടക്കുന്നതോ ഊണും ഉറപ്പും എല്ലാം ഉപേക്ഷിച്ച് അത് തന്റെ സുഖത്തിന് വേണ്ടിയല്ലോ. അവിടെ പറയും എന്താണ്? അന്യന്റെ സുഖത്തിന് വേണ്ടി ഞാൻ എന്റെ സുഖത്തെ എല്ലാം ത്യജിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ സമയത്ത് എനിക്ക് ഊണും ഉറപ്പും ഒന്നുമില്ല. മറ്റുള്ളവരുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്ന് പറയുന്നത് അതും പരമാർത്ഥമല്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? ഒരാൾ ഊണും ഉറപ്പുമെല്ലാം ഉപേക്ഷിച്ച്
മറ്റുള്ളവരെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മനസ്ഥിതമായ ഇവിടെ ശ്രുതി പറയുന്നു. അത് തനിക്ക് അനുകൂലമെന്ന് തോന്നിയതുകൊണ്ടാണ്. അത് അതിസൂക്ഷ്മമായ തന്റെ സ്വാർത്ഥതയാണ്. അതിലാണ് തനിക്ക് സുഖം കിട്ടുന്നത്. അതാണ്. അത് അന്യനെ ദ്രോഹിക്കുന്നതും അന്യനെ സ്നേഹിക്കുന്നതിന്റെയും പിന്നിൽ ഒരേ തത്വശാസ്ത്രം തന്നെ. പ്രവൃത്തി രണ്ടാണ്, പ്രവൃത്തിയുടെ ഫലം രണ്ടാണ്. ഒന്ന് നന്മയും ഒന്ന് തിന്മയുമാണ്. പക്ഷെ രണ്ടിന്റെയും തത്വം ഒന്ന് തന്നെ. എന്താണ്? അന്യനെ ഒരുവൻ എന്തുകൊണ്ട് ദ്രോഹിക്കുന്നു? ദ്രോഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ദ്രോഹിക്കുന്നു? അത് അവന് സുഖത്തെ കൊടുക്കുന്നു. പരദൂഷണം പറയുന്നത് എന്തുകൊണ്ട്? നമുക്കത് സുഖം കിട്ടുന്നുകൊണ്ടാണ്. അന്യനിൽ അസൂയാലുമാകുന്ന എന്തുകൊണ്ട്? അതിലൊരു സുഖം തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ അന്യനൊരു ചെറിയ ദ്രോഹം ചെയ്യണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? അതിലൊരു ആത്മസംതൃപ്തി കണ്ടെത്തുന്നു. അവിടെ ആത്മനസ്തുകാമായ തന്റെ സുഖം തന്നെയാണ് അവിടുത്തെ ലക്ഷ്യം. ഇതേ ന്യായം തന്നെയാണ് അന്യനെ സഹായിക്കുന്നത്. അത് തനിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. സുഖദുഃഖങ്ങൾക്ക് എന്താ കാരണം? ഇവിടെ പൂർവക്ഷി പറയുന്നത് ആത്മസുഖമാണെന്ന്, സിദ്ധാന്തം പറയുന്നതൊന്നും ആത്മസുഖമല്ല. അത് ആത്മസുഖമല്ല. ഇവിടെ സുഖദുഃഖങ്ങൾ എങ്ങനെ അനുഭവപ്പെടുന്നു? ഏതാണോ അനുകൂലമായി തോന്നുന്നത്, അനുകൂല ബോധം നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തതാണ്. അനുകൂല ബുദ്ധി അത് അന്ധകരണത്തിൽ സുഖത്തെ ഉണ്ടാകും. അപ്പോൾ പരനെ സ്നേഹിക്കുന്നത്, പരനെ സേവിക്കുന്നതൊക്കെ തനിക്ക് അനുകൂലമാണെന്ന് തോന്നുമ്പോൾ ഉടനെ അത് തന്നെ സുഖത്തെ ഉണ്ടാക്കും. മറ്റൊരാളങ്ങനെയല്ല. പരനെ ദ്രോഹിക്കുന്നത്, അപവാദം പറയുന്നു, അസൂയ, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ അത് തനിക്ക് അനുകൂലമെന്ന് തോന്നുന്നു. പ്രതികൂലമായിട്ടാണ്. അനുകൂലമെന്ന് തോന്നുമ്പോൾ അവിടെയും സുഖം വരും. രണ്ടിടത്തെയും തത്വശാസ്ത്രം ഒന്ന് തന്നെ, തത്വം ഒന്നേയാണ്. പക്ഷെ ഇത് രണ്ടും എന്താണ്? ആവിദ്യകം. അങ്ങനെ ഉണ്ടാകുന്ന സുഖം പതിയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഇതെന്ത് സുഖമാണ്? ഇത് ആത്മസുഖമാണോ? അല്ലെന്നാ പറയും. പിന്നെ എന്ത് സുഖമാണ്? അനുകൂല ബുദ്ധി കൊണ്ട് അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ഒരു പരിണാമമാണത്. ആത്മസുഖമല്ല. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന സുഖം, അന്യനെ സേവിക്കുന്നുണ്ടും സ്നേഹിക്കുന്നുണ്ടും ദ്രോഹിക്കുന്നുണ്ടും ഒക്കെ കിട്ടുന്ന സുഖം. വ്യാവഹാരികമായി ധർമ്മ ബുദ്ധിയിൽ നോക്കുമ്പോൾ ഒന്ന് ധർമ്മം, മറ്റൊന്ന് അധർമ്മം. ആന്തരികമായ തത്വത്തിൽ രണ്ടും ഒന്ന് തന്നെ. അത് അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. അനുകൂല ഭാവങ്ങൾ, അനുകൂല വൃത്തികൾ അന്ധകരണത്തിൽ ഉണ്ടാകുമ്പോൾ അത് സുഖാകാരമായി പരിണമിക്കും. ഇപ്പോൾ പ്രതികൂല വൃത്തി ഉണ്ടാകുമ്പോൾ അത് ദുഃഖാകാരമായി പരിണമിക്കും. ആ സുഖദുഃഖങ്ങളുടെ ഭോക്താവാകും ജീവൻ. കാരണം ഈ അന്ധകരണം ജീവനെ ആശ്രയിച്ചിരിക്കുന്നു. സാക്ഷിക്കത്തിൽ യാതൊരു പങ്കുമില്ല. അതാണ് കഴിഞ്ഞ ദിവസം വാർത്തകാരൻ ചർച്ച ചെയ്തത്. അതെല്ലാം ജീവന്റേതാണ്. അപ്പൊ ജീവന്റെ നിലയിൽ നിന്ന് കൊണ്ട് അനുകൂല പ്രതികൂലങ്ങളിൽ ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇവിടെ പറയുന്നത് ആവിദ്യക സംസാരി. അവിദ്യ കൊണ്ട്, തന്റെ അജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ ഭ്രാന്തി കൊണ്ട് സംസാരിയായിരിക്കുന്ന ആ ജീവന്റേതാണ് ഈ ഭാവങ്ങളെല്ലാം. ആത്മനസ്തുകാമായ എന്ന് പറയും. അതായത് പരമാത്മാവിന്റെ ആനന്ദമല്ല. അങ്ങനെയും ചില തെറ്റിദ്ധരിക്കുന്നുണ്ട്. നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനന്ദമെല്ലാം പരമാത്മാവിന്റെ ആനന്ദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷമുണ്ട്. എന്താണ്? ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം പരമാത്മാവിന്റെ ദുഃഖം എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരും. കാരണം പരമാത്മാവിൻ്റെതാണെങ്കിൽ ഈ അനുകൂലത്തിൽ നിന്ന് സുഖം അനുഭവിക്കുമ്പോൾ അത് പരമാത്മാവിന്റെ ആണെങ്കിൽ, പ്രതികൂലത്തിൽ നിന്ന് ദുഃഖം അനുഭവിക്കുമ്പോൾ അതും പരമാത്മാവിൻ്റെതായിരിക്കും.
ശരി, അങ്ങനെ ആയാലും എന്താ കുഴപ്പം? പരമാത്മാവ് ആനന്ദസ്വരൂപം എന്ന് പറയാൻ പറ്റില്ല, ദുഃഖരൂപമെന്നും പറയേണ്ടി വരും. ഒരു ഭാഗം മാത്രം പറയാൻ പറ്റും. അനുകൂലത്തിൽ നിന്ന് അനുഭവിക്കുന്ന സുഖം പോലെ തന്നെയാണ് പ്രതികൂലത്തിൽ നിന്ന് ദുഃഖം അനുഭവിക്കുന്നത്. അപ്പോൾ ആ സുഖം അനുഭവിക്കുന്നുണ്ട്, ആ സുഖം പരമാത്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദുഃഖവും പരമാത്മസുഖം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്, സുഖവും ദുഃഖവും. ഇത് രണ്ടും എന്താണ്? ആ വിദ്യക സംസാരി, അവിദ്യയിൽ നിന്നുണ്ടാകുന്നു, സംസാരി അനുഭവിക്കുന്നു. പിന്നെ ആത്മസുഖത്തെയാണ് ഇവിടെ അനുഭവിക്കുന്നതെന്ന് പറയുന്നതല്ല, അത് ആത്മാവ് സുഖസ്വരൂപമാണെന്ന് പറയാൻ വേണ്ടി. ആത്മാവ് സുഖസ്വരൂപമാണെങ്കിൽ ഈ സുഖമല്ല ആത്മസുഖമായിരിക്കണമല്ലോ, അല്ല. ഇത് അവിദ്യകമായ സുഖം, അവിദ്യാജന്യമായ സുഖമാണ്. രണ്ട് സുഖത്തിനും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് സാതിശയമായ സുഖം, ഏറ്റക്കുറച്ചുള്ള സുഖം, അത് ജീവൻ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. അന്ധകരണത്തിലെ അനുകൂല പ്രതികൂല ഭാവങ്ങളിൽ നിന്ന്. അതുകൊണ്ട് അനുഭവിക്കുന്നതെല്ലാം സാതിശയമായ സുഖം, അത് ആത്മസുഖമല്ല. അതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. മറിച്ച് നിരതിശയ സുഖം എന്ന് പറയുന്നു. ആ നിരുദ്ദേശിയ സുഖം അല്ല ഇപ്പോൾ അനുഭവിക്കുന്നതല്ല എന്നർത്ഥം. അതാണിപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ ഇനി മറ്റൊന്നിന്റെ ആവശ്യമില്ല, ഇത് തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ മതി, ഈ സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മുൻപ് ചർച്ച ചെയ്തത് എന്താണ്? സുഖത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ. ആ ഏറ്റക്കുറച്ചിലൂടെ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ സുഖം പോലും സാംസാരിക സുഖമാണ്. ഹിരണ്യഗർഭന്റെ പ്രജാപതിയുടെ സുഖം പോലും സാംസാരിക സുഖമാണ്. എന്തുകൊണ്ട്? അവിടെ സാതിശയത്വമുണ്ട്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ സുഖത്തെ ആത്മസുഖമെന്ന് ധരിക്കുന്നിടത്താണ് ഭ്രാന്തി. അതാണ് ഭ്രാന്തി. നിരുദ്ദേശിയ സുഖമാണ്. ആ സുഖത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. എന്താണ്? അത് അനുഭവവേദ്യമല്ല, അനുഭവവിഷയമല്ല. അനുഭവവിഷയമായതൊന്നും അതല്ല. അത് നിരുദ്ദേശീയമായതുകൊണ്ട് തന്നെ അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല. ആണ് സാക്ഷ്യരൂപം. അല്ലെങ്കിൽ ജീവൻ ഇതുകൊണ്ട് തന്നെ കൃതാർത്ഥനായ, ഇതാണ് ആത്മസുഖമായതെങ്കിൽ എന്ന് പറയുന്നു. ആത്മാവിൽ സുഖമില്ല. ആത്മാവ് സുഖസ്വരൂപം എന്ന് പറയുന്നിടത്ത് തന്നെ അവിടെ നിരുദ്ദേശീയ സുഖത്തെയാണ്, സുഖത്തിലൂടെ ലക്ഷ്യമാക്കുന്ന സുഖത്തെയാണ്. വാച്യമായ സുഖത്തെ അല്ല അവിടെ പറയുന്നത്. അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതിന് സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറയും. ആത്മനസ്തു കാമായ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സുഖത്തെ നമ്മൾ ആത്മസുഖമെന്ന് കരുതി കഴിഞ്ഞാൽ സുഖസാധനസ്യാത്മർത്ഥത്വശുദ്ധി അത് തദവിനാഭൂതം ദുഃഖമൊക്കെ തത്ര. അങ്ങനെയാണെങ്കിൽ അതിനോട് അവശ്യം ഭാവിയായിരിക്കുന്ന ദുഃഖവും തത്ര അവിടെ തന്നെ എന്ന് പറയേണ്ടി വരും. ഈ സുഖത്തെ ആത്മസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ യുക്തിയല്ല ദുഃഖത്തിനും പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ ഇതി ആത്മനി അസംസാരിത്വമായിരിക്കും. ആത്മാവ് അസംസാരിയാണ് എന്ന് പറയാൻ കഴിയത്തില്ല. ഈ സുഖദുഃഖങ്ങളുടെ അനുഭവമാണ് സംസാരം. അതിന് സുഖാനുഭവം ആത്മസുഖം എന്ന് പറഞ്ഞാൽ ദുഃഖാനുഭവം ആത്മസുഖം എന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് സംസാരിയാണ് എന്ന് പറഞ്ഞാൽ ഈ ജീവനാണ് ആത്മാവെന്ന് വരും. അതാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അതല്ല പിന്നെയോ ആവിദ്യക സംസാരിത്വ അനുവാദേന ആത്മനോ അനതിശയാനന്ദത്വ പ്രതിപാദനം. അതാണ് നിങ്ങളെ അനുഭവിക്കുന്ന സുഖമല്ല ആത്മസ്വരൂപം. ഇത് ആവിദ്യകമാണ്, അവിദ്യാജന്യമാണ്.
ആവിദ്യക സംസാരിത്വനുവിന് ആത്മനു അനതിശയാനന്ദം. പക്ഷെ ആത്മസുഖം എന്ന് പറയുന്നത്, സച്ചിദാനന്ദം എന്ന് പറയുന്നിടത്ത് അത് അനതിശയം ആനന്ദമാണ്, അനുഭവവേദ്യമായ അല്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ നിരതിശയം ആനന്ദമാണ്. അതിന് ഉദാഹരണമായിട്ട് അതേ ഉള്ളൂ, നിരതിശയാനന്ദം. എന്തുകൊണ്ട് അവിടെ ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല? അവിടെ ആർക്കെന്താ ഞാൻ ആനന്ദമഗ്നനായിരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റും. ഉണർന്നതിന് ശേഷം പറയാം ഞാനവിടെ സുഖമായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ പറയാൻ കഴിയും. അത് സുഖമാണ് താനും, പക്ഷെ അനുഭവിക്കാനും കഴിയത്തില്ല. സമാധിയിൽ അനുഭവിച്ചാലോ? സമാധിയിൽ ലൗകികമല്ലാത്ത അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അലൗകികമായ ആനന്ദമാണ് ദേവന്മാരും മറ്റും അനുഭവിക്കുന്നത്. സമാധിയിൽ മാത്രമല്ല, അത് ജീവന് ലഭിക്കാത്ത ആനന്ദമാണ്. അതല്ല അവിടെ പറഞ്ഞ ദേവന്മാരുടെ ആനന്ദത്തെക്കുറിച്ച്. അതും അലൗകികമായ ആനന്ദമാണ്. അതെല്ലാം എന്താണ്? അന്ധക്കരണ വൃത്തിയിലൂടെ മനസ്സിന്റെ അവസ്ഥാഭേദങ്ങളിലൂടെ അനുഭവിക്കുന്ന ആനന്ദങ്ങളാണ്. അതും നിരതിശയമാണ്. ഒരു സമാധികൾ വലിയ മറ്റൊരു സമാധി വരും, അതിനേക്കാൾ വലിയ മറ്റൊരു സമാധി വരും. അതെല്ലാം സാതിശയമാണ്. അവിടെ എവിടെയെങ്കിലും ഒരാൾ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ സമാധിസ്ഥനായിരുന്നു, അത് ഉണർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ ആനന്ദത്തെ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അനുഭവിക്കുന്നവനുണ്ടായിരുന്നു. ആ അനുഭവിക്കുന്നവനാണ് ഉണർന്നു വന്നിട്ട് പറയുന്നത് ഞാൻ അനുഭവിച്ചു. അനുഭവിക്കുന്നവൻ അല്ല പരമാർത്ഥം, അനുഭവിക്കുന്നവന് സാക്ഷി. അതാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുന്നത്. അനുഭവിത, അനുഭോക്ത, അനുഭോക്താവിന്റെ സാക്ഷിയാണ് പരമാർത്ഥം. അനുഭോക്താവ് എവിടെയാണോ നിന്നത് അതാണ് സാക്ഷി. അപ്പൊ അനുഭവിച്ചവനോ ഇവിടെ പറയുന്ന ആവിദ്യക സംസാരിയാണ്. അവന് വ്യവഹാരത്തിൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, സമാധിയിൽ സുഖത്തെ അനുഭവിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? ചില ചോദിക്കും. വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ. അത് ശരിയാണ്. മറ്റു പല പുസ്തകങ്ങളിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കണം. മറ്റേ പുസ്തകത്തിൽ നിന്ന് അങ്ങനെയും മനസ്സിലാക്കിക്കൊള്ളുക. ഇതിൽ രണ്ടിലെന്തെങ്കിലും വിരോധം തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ബുദ്ധിയോട്ട് തീരുമാനിക്കുക ഏതാ ശരി. ആ പുസ്തകത്തിൽ പറഞ്ഞാണോ ശരി, അത് ഈ പുസ്തകത്തിൽ പറയുന്നതാണോ ശരി. ഇപ്പൊ സമാധി ആനന്ദം പോലും എന്താണ്? ആവിദ്യക സംസാരി, അവിദ്യാജന്യമായ സംസാരി. കാരണം എവിടെ അനുഭവിക്കുന്നവനുണ്ടോ അവിടുത്തെ അനുഭവം ആവിദ്യകമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലൗകികമായ സുഖത്തിന്റെ കാര്യം പറയാനുണ്ടോ? പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ സമാധിക്ക് പരിശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നു. സമാധിക്ക് പരിശ്രമിക്കാം. എന്തുകൊണ്ട്? അവിടെ അലൗകികമായ ആനന്ദത്തെ അനുഭവിക്കാം. സ്വർഗത്തിന് പരിശ്രമിക്കുന്നില്ലേ? ദേവത്വപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ലേ? അതുപോലെ അലൗകികമായ ആനന്ദത്തെ ജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവർ സമാധിക്ക് പരിശീലിക്കും. അതാ സംബന്ധം എന്നല്ല പറയുന്നു. അതിനോട് വിരോധവും പറഞ്ഞില്ല. അതിനോട് അസൂയ തോന്നിയിട്ട് പറയുന്നുമല്ല. അതിന്റെ തത്വം എന്താണ്, പരമാർത്ഥം എന്താണ് അത് പറയുന്നു. അതാണ് ആവിദ്യക സംസാരിത്വ അനുവാദേന. അതുകൊണ്ട് സർവത്ര പറയുന്ന ഈ ആത്മനസ്ഥകാമായ എന്ന് പറയുന്നു ആത്മകാമത്തിന് വേണ്ടിയിട്ടാണ്.
ശരി, ആത്മകാമം എന്ന് പറയുമ്പോൾ ശരി തന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. സുഖം തന്നിലാണ്, അങ്ങനെ ധരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നു. സുഖം തന്നിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെല്ലാം കൊണ്ടു നടക്കുന്ന ഈ ജീവൻ അത് താനാണെന്ന് വരും. താൻ ജീവരൂപത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സുഖം തന്നിലാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ജീവനിലാണ് സുഖം, അത് ശരിയാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നതിനല്ല, ജീവസാക്ഷിയെക്കുറിച്ചാണ്. ഇവിടെ സാക്ഷി എന്നാണ് പറയുന്നത്. ജീവനിൽ നിന്നും അതിനെ പൂർണ്ണമായും വേർതിരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ജീവൻ, ആ ജീവഭാവം കേവലം ഒരു പ്രതിച്ഛായ പോലെയാണ്. പ്രതിച്ഛായ എന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഒരു പ്രതിച്ഛായ പോലെ അതിലാണ്, അല്ലാതെ ജീവസാക്ഷിയിലല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മനസ്തുകാമായ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആത്മനസ്തുകാമായ സർവം പ്രിയം ഭവതി. അതുകൊണ്ട് സുഖം തന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അപ്പം സുഖം തന്നില്ലാതെ ഇരിക്കുന്നത്, അതുകൊണ്ട് താൻ സുഖസ്വരൂപനാണ് എന്ന് ഈ ജീവനെ ചൂണ്ടിപ്പറയും. കാരണം തനിക്ക് ജീവനല്ലേ പരിചയമുള്ളൂ, സാക്ഷിയെക്കുറിച്ച് തനിക്ക് വല്ല ബോധമുണ്ട്. അപ്പോൾ ഈ ജീവൻ സുഖസ്വരൂപനാണെന്ന് പറയും. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആത്മനസ്ഥ കാമായ എന്ന് പറഞ്ഞിടത്ത് ചോദ്യം വരും. യാജ്ഞവൽക്യനും പറയുന്ന മൈത്രിയോട് പറയുകയാണ്, ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പരനെ സ്നേഹിക്കുന്നത് എന്ന് പറയും. അപ്പോൾ തന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് തെറ്റിദ്ധാരണ വരും. അപ്പോൾ താൻ സുഖസ്വരൂപനായതുകൊണ്ടാണല്ലോ, തന്നിൽ സുഖം ഇരിക്കുന്നതുകൊണ്ടാണല്ലോ തന്നിൽ ഈ സുഖം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ തുടർന്ന് പറയുന്നത്, ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിരിധ്യാസിതവ്യ. നിന്നിലാണ് സുഖം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നീ സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആവിദ്യക സംസാരി എന്നിവിടെ പറയുന്ന സംസാരിയെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. തന്റെ ജീവഭാവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് താൻ സുഖിമാനാണ്, താൻ സുഖസ്വരൂപനാണെന്നൊക്കെ ധരിക്കും. അതുകൊണ്ട് ആത്മശബ്ദം തെറ്റിദ്ധാരണയുണ്ടാക്കും. അതെന്ന് പറയുന്നു, ആ ആത്മാ, അതിനെക്കുറിച്ച് നീ ശ്രവണം ചെയ്യണം. ഇവിടെ പറയുന്നത് എന്താണ്? ആത്മസാക്ഷിയാണ് പറയുന്നത്, അല്ലാതെ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. ഞാനെന്ന് നീ ആരെയാണോ തിരിച്ചറിയുന്നത് ആ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉപദേശം അവിടെ അവസാനിച്ചല്ലോ. യാജ്ഞവൽക്യൻ എന്താണോ പറഞ്ഞത് മൈത്രേയിക്ക് മനസ്സിലായി. തന്നിലാണ് സുഖം, താൻ സുഖസ്വരൂപനാണ്, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞു ആത്മനസ്സുഖമായ എന്ന് പറഞ്ഞാൽ ആത്മാവാരെ ദ്രഷ്ടവ്യ. അതിനെ തുടർന്ന് വരുന്ന ഭാഗമാണ്. അത് നീ ശ്രവിക്കണം. മത്യ വിജ്ഞാനേന മനനം ചെയ്യണം. നിശ്ചയപൂർവ്വം ധ്യാനിക്കണം. നിശ്ചയേന ധ്യാതവ്യ, നിശ്ചയാത്മകമായി അതിനെ ഗ്രഹിക്കണം. എങ്ങനെ? ഇതിൽ നിന്ന് വേറിട്ട് ഈ ജീവനെയല്ല, ജീവസാക്ഷി ആണ് ഇവിടെ പറയുന്നത് എന്ന് ധരിക്കണം. ബാക്കിയുള്ളതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനിലാണ്. അപ്പോൾ ജീവനും ജീവസാക്ഷി, സർവ്വവ്യവഹാരങ്ങളും ബന്ധമോക്ഷ വ്യവഹാരങ്ങളും സുഖദുഃഖ വ്യവഹാരങ്ങളുമെല്ലാം ജീവനെ ആശ്രയിച്ച് ആ വ്യവഹാരം ചെയ്യുന്നവനെയാണ് അജ്ഞൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആജ്ഞന് വേണ്ടിയിട്ട് കർമ്മയോഗമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞത്. ആജ്ഞൻ അന്യനെ സ്നേഹിക്കണം. എന്തുകൊണ്ട്? അവൻ അന്യത്വ ബോധമുണ്ട്. താൻ വേറെ, അന്യം വേറെയാണ്. അപ്പോൾ അന്യന്റെ സുഖത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കണം, അന്യന് സേവ ചെയ്യണം. അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം, അന്യത്വ ബോധമുള്ളിടത്തോളം കാലം അതൊക്കെ ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു? തനിക്ക് അനുകൂലമായതുകൊണ്ട്. അത് തന്നെ. അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം അവൻ സ്വാർത്ഥനുമാണ്, തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്.
അവന് ഉണ്ടാലും ഉറങ്ങിയാലും കിട്ടാത്ത സുഖം അത് ഉപേക്ഷിച്ചാലേ കിട്ടത്തുള്ളൂ അല്ലേ? ഭക്ഷണപ്രിയന്മാർക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ അസുഖം, പക്ഷെ വയറ്റിന് അൾസർ ഉണ്ടെങ്കിൽ അത് വിടുന്നതിൽ അസുഖം. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുമ്പോഴസുഖം, കഴിച്ചു കഴിഞ്ഞാൽ ദുഃഖം. ഇത്രയേ ഉള്ളൂ. പരബുദ്ധിയോടുകൂടി പരനെ സേവിക്കുന്നതിൽ കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൂ. തനിക്ക് അനുകൂലമായതുകൊണ്ട് മാത്രം സുഖമായിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെ നിഷേധിക്കുകയല്ല, അതിന്റെ തത്വത്തെ പറയും. പരനെ സ്നേഹിക്കേണ്ടെന്നോ സേവിക്കേണ്ടെന്നോ അല്ല പറയുന്നു. അതിന്റെ തത്വം എന്താണ്? അവിടെ ഈ സ്വാർത്ഥതയാണ്. അർത്ഥമുള്ളിടത്തെല്ലാം സ്വാർത്ഥതയും ഉണ്ടാവും, മറ്റൊന്നും ഉണ്ടാകത്തില്ല, പരാർത്ഥം ഉണ്ടാകത്തില്ല. അർത്ഥം എന്ന് വെച്ചാൽ അർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രയോജനം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോജനത്തെ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാർത്ഥത വരത്തുള്ളൂ. കാരണം പ്രയോജനമെല്ലാം തനിക്ക് വേണ്ടിയിട്ടാണ്. ശരി, അങ്ങനെ ആയാലും അന്യനെ സേവിക്കുന്ന ഗുണമല്ലേ? തീർച്ചയായും തന്റെ സുഖത്തിന് വേണ്ടിയാണെങ്കിലും അന്യനെ സേവിക്കുമ്പോൾ അതുകൊണ്ട് അന്യന് ഗുണമുണ്ടാകും. അത് ശരിയാണ്. അതൊരു വ്യാവഹാരിക തത്വമാണ്. അതിനെയൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിന്റെ ശാസ്ത്രം ഇതാണ്. തന്റെ സുഖമാണ് അവിടെ, തനിക്ക് അനുകൂലമായതുകൊണ്ടാണ്. അവിടെ ആ അനുഭവിക്കുന്ന സുഖം ആത്മസുഖവുമല്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞത് ആവിദ്യകമാണ്, തന്റെ ഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ്. അത് ദുഃഖത്തിന് അവിനാഭാവിയാണ് ഇവിടെ പറഞ്ഞത്. തത് അവിനാഭൂതം ദുഃഖം. അല്ലെ, അന്യനെ സേവിക്കുന്നു, സഹായിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, അവിടെ സുഖം അനുഭവിക്കുന്നു, അവിടെ തന്നെ അർത്ഥിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ആത്യന്തികമായിട്ട് അർത്ഥിക്കുന്നത് തന്റെ സുഖം തന്നെ. അത് സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഇച്ഛാഭംഗം വരുന്നു, അവിടെ എന്തെങ്കിലും ന്യൂനതകൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രതികൂലതകൾ വരുന്നു, അപ്പോൾ ദുഃഖവും വരുന്നു. അതിൽ നിന്ന് ആർക്കും ശാശ്വതമായ ശാന്തി കിട്ടത്തിലാണ്. ഈ സേവനമൊക്കെ ചെയ്തിട്ട് ആൾക്കാർ കുറച്ച് സമയം കഴിയുമ്പോൾ മടുത്തു പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അനുകൂലമെന്ന് വിചാരിച്ച് ചെയ്യുന്നു, പ്രതികൂലമാകുന്നു. നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ചീത്തയാകുന്നു. ധർമ്മമെന്ന് വിചാരിച്ച് ചെയ്യുന്നു, ഫലത്തിൽ അധർമ്മമാകുന്നു. ഒരുത്തിന് ഉപകാരം ചെയ്യുന്നു, 10 ഉപദ്രവമാകുന്നു. ചിലപ്പോൾ അവനേന് ഉപദ്രവമാകുന്നു. ഉപകാരം അപകാരമായി മാറുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഈ കർമ്മമണ്ഡലത്തിൽ നിൽക്കും. എന്തുകൊണ്ട്? അത് അവിദ്യക സംസാരമാണ്, അവിദ്യാജന്യമായ സംസാരം. അതിന് ഗുണവശങ്ങളുണ്ടെങ്കിലും ദോഷവശമുണ്ട്. ദ്വന്ദ്വാത്മകമാണ്, ഒന്നായിട്ട് നിൽക്കത്തില്ല. ഉപകാരത്തിലെല്ലാം എപ്പോഴും അപകാരവും കാണും. ഉപകാരം മാത്രമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും കുറച്ചൊരു അപകാരം അതിനോടൊപ്പം വരും, അല്ലേ? പിന്നെ അതിന്റെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുത്തേ വ്യവഹാരം സാധ്യമാകും. അതുകൊണ്ട് ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു. ചെയ്യാം, അങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ചെയ്യാം. കാരണം ധർമ്മം, നീതി, നന്മ ഇതിന് പ്രാധാന്യം കൊടുത്താണ് വ്യവഹാരത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ആകാമെന്ന് പറഞ്ഞിരിക്കുന്നു, ചെയ്യാം. അതിനുവേണ്ടി കർമ്മയോഗവും മറ്റും വിധിച്ചിരിക്കുന്നു. പക്ഷെ തത്വത്തിൽ ഇത് ആവിദ്യകമാണ്. ഞാൻ ഇത്രയും പറയുന്നത് ഈ ഭാഗത്തെ പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നത്, ഇതിന്റെ മർമ്മം മനസ്സിലാക്കാതെ. ഇവിടെ ഭാഷ്യകാരൻ അതവിടെ വ്യക്തമാക്കുന്നു, വ്യാഖ്യാതാവ് വ്യക്തമാക്കുന്നു. തദാവിദ്യക സംസാരാനുവാദി, ഇത് ഭ്രാന്തിയാണ്, സംസാരമാണ്. അതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മകാമന എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല പരമാത്മാ സുഖമൊന്നും അല്ല അവിടെ. പരമാത്മസുഖമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് വിഷയമാകുന്ന കാര്യമല്ല. അത്
അടുത്ത് വ്യക്തമായി പറയുന്നു അനേനഹി വാക്യേന. ഇവിടെ സംശയം വരും, മറ്റുള്ളവർ വ്യാഖ്യാനിച്ചതാണോ ശരി, അതിപ്പോൾ വ്യാഖ്യാനിക്കുന്നതാണോ ശരി? രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഏത് വ്യാഖ്യാനവും ശരി? ഇത് തെറ്റായിക്കൂടെ? അതല്ല, എന്തുകൊണ്ട്? അനേനഹി വാക്യേന അവിദ്യാവസ്ഥായമേവ ആത്മാർത്ഥത്വം സുഖാദേർ അഭ്യുപഗമ്യതേ. ആത്മനിഷ്ഠമായ എന്ന് പറയുന്ന ഈ വാക്യത്തിലൂടെ അവിദ്യാവസ്ഥയിലാണ് ആത്മാർത്ഥത്വം സുഖാദേഹി, ആത്മാർത്ഥം, ആ സുഖാദിയുടെ ആത്മാർത്ഥം, ഇവിടുത്തെ സുഖം, താൻ അനുഭവിക്കുന്ന സുഖം, സ്നേഹത്തിലൂടെ സേവനത്തിലൂടെയൊക്കെ താൻ അനുഭവിക്കുന്ന ആ സുഖം, ഇത് അവിദ്യാവസ്ഥയിലുള്ളതാണ്. അഭ്യുപഗമ്യത അങ്ങനെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്, ശ്രുതി സ്വീകരിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതൊന്നുമല്ല എന്നർത്ഥം. അപ്പോൾ ഇതിനെ ഒരിക്കലും പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ഈ അജ്ഞന്റെ അനുഭവങ്ങൾ ഒരിക്കലും തത്വജ്ഞനോട് കടുപ്പിക്കരുത്. തത്വജ്ഞൻ ഒരിടത്തും പരന് വേണ്ടി അന്യന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ അന്യനില്ല. അതുകൊണ്ട് സർവഭൂതസ്ഥം ആത്മാ, ഇനി സർവഭൂതത്തെയും ആത്മാർത്ഥം, സർവഭൂതങ്ങളെയും ആത്മാവിനെയും കാണുന്നു. എന്നുവെച്ചാൽ താൻ തന്നെ സർവാത്മകമായിരിക്കുന്നു. അപ്പൊ പിന്നെ പരൻ അന്യൻ എന്ന് കരുതി എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? പക്ഷെ തത്വജ്ഞൻ വ്യവഹാരത്തിൽ പരനെന്നും മറ്റും വ്യവഹരിക്കുന്നുണ്ടല്ലോ, അത് വ്യവഹാരം. പരമാർത്ഥ ബോധത്തെ വ്യവഹരിക്കാൻ ഒക്കത്തില്ല. അത് സാധ്യമല്ല. അപ്പോൾ ആ വ്യവഹാരം അതിൽ അന്യ എന്നും മറ്റും പറയും. അപ്പോൾ ആ ബോധം, വ്യവഹാരത്തിൽ അത്ര ഒരു ബോധം ആവശ്യമാണ്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്, ആ തത്വജ്ഞന്റെ പരമാർത്ഥ ബോധത്തെ ഈ വ്യാവഹാരികമായ ബോധത്തിന് ബാധിക്കാൻ കഴിയത്തില്ല. അത് കേവലം ബാധിതമായതിന്റെ അനുവൃത്തിയാണ്. അതുകൊണ്ട് അത് ബാധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ബാധിക്കാൻ പറ്റത്തില്ല? നിഴലിന് യഥാർത്ഥ വസ്തുവിന്റെ സ്വഭാവം കാണത്തില്ല. അതുകൊണ്ട് തന്നെ നിഴലിന് നമ്മൾ ഉപദ്രവിക്കാൻ കഴിയില്ലല്ലോ. ആനയുടെ നിഴലിന് ഉപദ്രവിക്കാൻ കഴിയും, സിംഹത്തിന്റെ നിഴലിന് പ്രാണികളെ ഭക്ഷിക്കാൻ കഴിയുമില്ല. അങ്ങനെ ഇത് ബാധ്യത അനുവൃത്തിയാണ്. അതുകൊണ്ട് തത്വജ്ഞന്റെ വ്യവഹാരത്തിൽ പരം അന്യൻ എന്നൊക്കെയുള്ള വ്യവഹാരം വരുന്നുണ്ടെങ്കിലും അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. അത് ഇതുമായിട്ട് കൂടി കഴിക്കുന്നു. പരമാർത്ഥത്തിൽ അവിടെ പരബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പരസേവ എന്ന് പറയുന്നു അവിടെ ഇല്ല. മറിച്ചാണെങ്കിലോ അത് അവിദ്യാവസ്ഥയാണ്. അത് കേവലം ജീവന്റെ അനുഭവമാണ്. അതെല്ലാം ജീവന്റെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയിലൂടെ ആത്മശുദ്ധി, ആ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കർമ്മയോഗവും മറ്റും വിധിച്ചിരിക്കുന്നത്. അതിനോട് പറഞ്ഞത് അത് ആവിദ്യക സംസാരിത്വത്തിന്റെ അനുവാദം മാത്രമാണ് ആത്മനസ്തകമായ. അല്ലെങ്കിൽ ഈ ഒരു വാക്യം വെച്ചുകൊണ്ട് ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഇവിടെ ജ്ഞാനിയുടെ നില വേറെയാണ്, അജ്ഞന്റെ നില വേറെയാണ്. രണ്ടിനെ രണ്ടായിട്ട് ഇവിടെ വേർതിരിക്കുന്നു എന്നും മനസ്സിലാക്കാതെ ഇതിന് തത്വജ്ഞന്റെ നിലയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖം ആത്മസുഖമാണ് എന്നൊക്കെ പറയും. അതല്ല, ഇത് അവിദ്യാജന്യമായ സുഖമാണ്. എത്ര അന്യദിവസ്യ ഇതി അവിദ്യാവിഷയ ആത്മാർത്ഥത്വ അഭ്യുമ. ഇതിന് ഞാൻ പറഞ്ഞത് എന്റെ വ്യാഖ്യാനത്തിന് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഭാഷ്യകാരൻ അക്കാര്യം പറയുന്നു. അവിടെ തന്നെ ശ്രുതി പറയുന്നുണ്ട് എത്ര അന്യദിവസ്യ. എവിടെയാണോ അന്യത്വ ബുദ്ധിയുള്ളത്
അന്യബോധമുള്ളത് എന്താണ്? അവിദ്യാവിഷയ ആത്മാർത്ഥത്വം. അതെല്ലാം അവിദ്യാവിഷയമാണ്. അവിടെയാണ് ആത്മാർത്ഥമായ പ്രവൃത്തി എല്ലാം വരുന്നത്, തനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി എല്ലാം വരുന്നത്. അവിടെയാണ് പ്രവൃത്തികൾ തന്റെ സുഖത്തിനായി ആത്യന്തികമായി പരിണമിക്കുന്നത്. അത് അന്യന്റെ സേവയായാലും സ്വസേവയായാലും ആത്യന്തികമായി അത് എന്താണ്? അവിദ്യാവിഷയമാണ്. അവിദ്യാവിഷയമാണ്. അവിടെ ആത്മാവ് വിദ്യാവിഷയമാണ്. ഞാൻ എന്നറിയുന്നവര് അവിദ്യാജന്യമായ തന്നെയാണ്, അവിദ്യാകാര്യമായ തന്നെയാണ്. അതിനുവേണ്ടിയാണ് അവിദ്യാവിഷയമായ ആത്മ. തദർത്ഥം ആത്മാർത്ഥമാണ്. ഒരു സ്ഥലത്തും പരാർത്ഥം എന്ന് നമ്മൾ പറയുന്നത് വെറും ആലങ്കാരികമാണ്. അജ്ഞനെ സംബന്ധിച്ചും പരാർത്ഥമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കി അജ്ഞന്റെ സ്വർഗത്തെല്ലാം ആത്യന്തികമായി സ്വാർത്ഥതയിലാണ്. അജ്ഞനെ സംബന്ധിച്ച് പരനുണ്ട്, പക്ഷെ ഒന്നും പരാർത്ഥമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിൽ പരമില്ല, അതുകൊണ്ട് പരാർത്ഥമില്ല. അതുകൊണ്ട് സർവത്ര പ്രവൃത്തി, ഇച്ഛ, കർമ്മങ്ങളെല്ലാം ആത്മാർത്ഥമാണ്. അവിദ്യ വിഷയ ആത്മാർത്ഥം മനസ്സിലാക്കണം. അതിനാണ് പറഞ്ഞത്. ആത്മകാമം എന്ന് പറയുന്നത് അജീവകാമത്തിന് വേണ്ടിയാണ്, പരമാത്മകാമത്തിന് വേണ്ടിയല്ല, പരമാത്മസുഖത്തിന് വേണ്ടിയല്ല. അങ്ങനെയല്ല ശ്രുതിയുടെ താല്പര്യം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നു തത്കേനകം പശ്യ. എപ്പോഴും ഭാഷകാരനാണ് ആവർത്തിക്കുന്ന വാക്യമാണ്. ഇവിടെ പറയുന്നത് ജീവനല്ല, ജീവസാക്ഷി. എന്ത് കർണങ്ങളെ കൊണ്ട് എന്തിനെ കാണും, എന്തിനെ അനുഭവിക്കും? ജീവൻ തന്റെ മനസ്സുകൊണ്ട്, തന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നു, അനുഭവിക്കുന്നു, പ്രവർത്തിക്കുന്നു, മറ്റുള്ളതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അതിൽ നിന്ന് തന്റെ സുഖത്തെ അനുഭവിക്കുന്നു. പക്ഷേ ആ ജീവസാക്ഷി എന്തുകൊണ്ട് എന്തിനെ കാണും, അറിയും, പ്രവർത്തിക്കും? അപ്പൊ പരാർത്ഥമായ പ്രവൃത്തി ഇല്ല. തത്വജ്ഞനാണെങ്കിലോ ദേഹ നാനാസ്തി കിഞ്ചന. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോടുകൂടെ നാനാത്വം ഇല്ല. പിന്നെങ്ങനെ പരനു വേണ്ടി പ്രവർത്തിക്കും? ലോകക്ഷേമം പിന്നെ എങ്ങനെ ചെയ്യും? നമ്മൾ ധരിക്കുന്ന രീതി ചെയ്യുന്നുണ്ട്. തത്വജ്ഞൻ ലോകക്ഷേമം പ്രവർത്തിക്കാം, പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം ശരിയല്ലെന്ന് അവിടെ പറയും. നമ്മൾ ധരിക്കുന്ന എന്താണ്? അന്യനെ കണ്ടുകൊണ്ട് അന്യന് വേണ്ടി ചെയ്യുന്നു. അങ്ങനെയല്ല. ദേഹം നാനാസ്തി കിഞ്ചന തത്രക്കോ മോഹ കശോകം ഏകത്വം അനുപശ്യത. തത്വജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. തത്രക്കോ മോഹ കശോക. എന്തിന്റെ പോരായ്മ കൊണ്ടാണ്, എന്തിന്റെ കുറവ് കൊണ്ടാണ് ആ ഏകത്വത്തെ അനുഭവിക്കുന്നവൻ പ്രവർത്തിക്കുന്നത്? അർത്ഥിത്വം ഉള്ളിടത്തല്ലേ പ്രവൃത്തിയുള്ളൂ. എന്തെങ്കിലും നേടണം, എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിലല്ലേ നേടേണ്ടതുള്ളൂ. എന്ത് പോരായ്മയുള്ളതവന്? തത്രക്കോ മോഹശോക. ശോകമോഹങ്ങളില്ലാത്തവന് എന്തിനുവേണ്ടി അവനത് ചെയ്യണം? അവനതിന്റെ ആവശ്യം വരുന്നില്ല. ഏകത്വമിന് പശ്യത. അപ്പൊ തത്വജ്ഞനും അതില്ല, പരാർത്ഥ പ്രവൃത്തി. പിന്നെ ലോകവ്യവഹാരത്തിൽ ഇതെല്ലാം ഉണ്ട്. അജ്ഞാനം പ്രവർത്തിക്കുന്നു അന്യനു വേണ്ടി. അതേ അജ്ഞൻ തന്നെ പറയുന്നു തത്വജ്ഞനും അന്യനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതൊന്നും തത്വകഥനമല്ല, ഭ്രാന്തി കഥനങ്ങളാണ്.
ഇത്യാദിന വിദ്യാവിഷയെ തത്പ്രതിഷേധാച്ച. അതുകൊണ്ട് വിദ്യാവിഷയത്തിൽ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ആത്മകാമനയില്ല. ആത്മാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ആത്മാവിനെയോ അവൻ കാമിക്കുന്നില്ല. എന്ന ആത്മധർമ്മത്വം. അതുകൊണ്ട് ഈ പറയുന്ന സുഖങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു എന്റെ സുഖത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിന്റെ സുഖത്തിന് വേണ്ടിയാണെന്നെല്ലാം പറയുന്നിടത്ത് ഈ സുഖങ്ങളൊന്നും ആത്മസുഖമല്ല, ആത്മധർമ്മമല്ല. ഇത് അന്ധകരണധർമ്മങ്ങളാണ് ഈ സുഖദുഃഖങ്ങളെല്ലാം എന്ന് പറയുന്നു. പലർക്കും ഒരു സംശയം വരും. ആത്മാവ് ആനന്ദസ്വരൂപമാണ്. സാറിന് അങ്ങനെ പറയാറുണ്ട്. അന്ധകരണം സാത്വിക രാജസ താമസ ഭാവങ്ങളിലാണ്. അപ്പോൾ സാത്വികമായ അന്ധകരണത്തിൽ ആത്മാവിന്റെ സുഖം പ്രതിഫലിക്കുന്നതാണ് ഈ സുഖം നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയും. ആത്മാ പ്രതിഫലനമാണ്. ഇപ്പൊ പറയുന്നു ഇതൊന്നും ആത്മാവിന്റെ സുഖമല്ല. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിക്കുന്നു? ചിലർ ചിന്തിക്കും. അങ്ങനെയും പറയുന്നു. ശുദ്ധ സാത്വിക വൃത്തിയിലുള്ള ആത്മപ്രതിബിംബാദ സുഖം അതൊന്നും ഞാൻ ചോദിക്കുന്നു. അപ്പൊ അത് ആത്മസുഖമല്ലേ? അപ്പൊ അവിടെ ഒരു ചോദ്യം വരും. അപ്പൊ ദുഃഖം അനുഭവിക്കുന്നതോ? അതിന് സമാധാനം പറയും. രാജസ താമസ വൃത്തികളിലൂടെ ആ പ്രകാശം അനുഭവപ്പെടുമ്പോൾ ദുഃഖമായി അനുഭവപ്പെടുന്നു. ശരി, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഈ സുഖവും ദുഃഖവും രണ്ടും ഒരുപോലെയാണല്ലോ. അവിടെ സാത്വിക രാജസ താമസ ഭാവങ്ങളോടുകൂടിയ പ്രകൃതി ആശ്രയിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സുഖം ആവിദ്യകമാണ്, ആത്മസുഖമല്ല. അത് തന്നെ പറഞ്ഞു. അവിടെ ഒരു ഉപാധിയെ സ്വീകരിക്കേണ്ടി വരും. ഉപാധിയിലൂടെ സുഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു, ഉപാധിയിലൂടെ ദുഃഖത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് വാസ്തവ സുഖവുമല്ല, വാസ്തവ ദുഃഖവുമല്ല, ആത്മസുഖമല്ല. അതുകൊണ്ടാണ് സുഖദുഃഖാദികളെ അന്ധകരണധർമ്മമാണെന്ന് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ നിരതിശയ സുഖം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന സുഖത്തെ അനുഭവിക്കുന്നതിന് ആ സുഖം ഉണ്ടാകുന്നതിനൊക്കെ അന്ധകരണം വേണം. അന്ധകരണം എന്ന് പറയുന്നിടത്ത് അവിടെ അത് ആവിദ്യകമായി ചിലര് വേറെ രീതി പറയുന്നു. ഇവിടെ നമ്മൾ സദാ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സുഖം അനുഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ഊഹിക്കാം പിന്നിൽ ഇതിന്റെ പിന്നിൽ സുഖസ്വരൂപമായ ആത്മാവുണ്ട് എന്ന്. തിരിച്ചു ചിന്തിക്കണം. ഇവിടെ സദാ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ദുഃഖരൂപിയായ ആത്മാവുണ്ടെന്ന് ചിന്തിക്കും. സുഖദുഃഖങ്ങളിൽ പക്ഷാഭേദമുണ്ട്. സുഖം അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതിന്റെ പിന്നിൽ സുഖസ്വരൂപമായ ആത്മാവുണ്ടെന്ന് തീരുമാനിച്ചാൽ, ദുഃഖം അനുഭവിക്കുന്നതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ദുഃഖിയായ ആത്മാവുണ്ടെന്നും കൽപ്പിക്കേണ്ടി വരും. മാത്രമല്ല, രാഗദ്വേഷാദികൾ കാമക്രോധാദികൾ എല്ലാം അനുഭവിക്കുമ്പോൾ ഇത് വെച്ച് ഊഹിക്കാം ഇതിന്റെ പിന്നിൽ കാമക്രോധാദിയായ ആത്മാവുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട്
ഇവിടെ അനുഭവിക്കുന്ന സുഖമായാലും ദുഃഖമായാലും കാമക്രോധാദികൾ എന്തായാലും ഇത് സർവവും ആവിദ്യകമാണ്. സാക്ഷി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവിടെ പറയുമ്പോൾ എന്താണ് അത് നിരതിശയ സുഖമാണ്, അല്ലെങ്കിൽ നിരതിശയ ശാന്തിയാണ്, നിരുപാധികമായ ജ്ഞാനമാണ്, നിരുപാധികമായ സത്താണ് എന്ന് നാം പറയും. പറയുന്നതാണ്. ആത്മധർമ്മത്വം. അതുകൊണ്ട് ഇതൊന്നും ആത്മധർമ്മമല്ല. അത് തന്നെ ഇവിടെ പറയുന്നു, മമതാവത് ഇതം ബുദ്ധോ ഭവദ്ഭ്യോ എന്ന രോചത്തെ പ്രത്യക് പ്രവണയാ തിഷ്ഠ്യ സംസാരോ നാത്മനീക്ഷ്യത്തെ. ഇതം ബുദ്ധോ ഭവദ്ഭ്യോ എന്ന രോചത്തെ. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് രോചകമായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സുഖം രോചകമാണ്, അതിനോട് നമുക്ക് വിരോധമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസം. സുഖം നമുക്ക് വേണം എന്ന് പറയുന്നു. ഭവദ്ഭ്യോ എന്ന രോചത്തെ. പക്ഷെ ദുഃഖത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്, എന്നാൽ അത് അനുഭവിക്കുന്നുമുണ്ട്. എവിടെ അനുഭവിക്കുന്നു? ആത്മസ്ഥമായി തന്നിൽ. സുഖം സ്വീകാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതി. ദുഃഖം പ്രതികൂലമായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പരാതിയില്ല. എന്ന രോചത്തെ അതെല്ലാം ആത്മസ്ഥമായി അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ താത്വികമായ നില എന്താണ്? സുഖമായാലും ശരി ദുഃഖമായാലും ശരി പറയുന്നു, പ്രത്യക് പ്രവണയാ ദൃഷ്ട്യ സംസാരോ നാത്മനീക്ഷ്യത്തെ. നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം ആവിദ്യക സംസാരമാണ്. ആവിദ്യകമായ സംസാരമാണ്. അത് പ്രത്യക് പ്രവണയാ ദൃഷ്ട്യ. അതിനെക്കുറിച്ച് പറയുന്നു വിദ്വത് അനുഭവം. സാധാരണ ബുദ്ധി എന്ന് പറയുന്നത് ബഹിർപ്രവണമാണ്. പരാഞ്ചി എന്ന് പറഞ്ഞത് ബഹിർമുഖമാണ് ദൃഷ്ടി. ആ ബഹിർമുഖമായ ദൃഷ്ടിയിലിരിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളെല്ലാം ആത്മസ്ഥമായി അച്ഛൻ കാണുന്നു, അനുഭവിക്കുന്നു. പക്ഷെ പ്രത്യക് പ്രവണം അന്തർമുഖമായ ദൃഷ്ടി, ആത്മ അനാത്മ വിവേകത്തോടുകൂടിയ ദൃഷ്ടി, അതാണ് പ്രത്യക് പ്രവണ ദൃഷ്ടി. ദൃഷ്ടി എന്ന് വെച്ചാൽ വിവേകം, ജ്ഞാനം. ഏതൊരു ജ്ഞാനമാണോ ജീവൻ ഇന്നതാണ്, അതിന്റെ തത്വം ഇന്നതാണ്, ജീവസാക്ഷി ഇന്നതാണ് എന്നിങ്ങനെ വേർതിരിക്കുന്നു. അതാണ് പ്രത്യക് പ്രവണ ദൃഷ്ടി. ആ ദൃഷ്ടിയിലൂടെ കാണുമ്പോൾ എന്താണ് ഇത് ഈ പറയുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ ആത്മനീക്ഷ്യതയെ തന്നിൽ കാണുന്നില്ല. എന്നുവെച്ചാൽ അവിടെ താൻ ജീവനല്ല, അവിടെ താൻ ജീവസാക്ഷിയാണ്. ജീവസാക്ഷിയായിരിക്കുന്ന പരിശുദ്ധ ചൈതന്യമാണ് എന്ന് ആ വിവേകം ഇതിൽ പറയുന്നില്ലേ, വിവേകമാകുന്നു. അസംഗത എന്ന് പറഞ്ഞു, അതും ഇത് വിവേകം തന്നെ. വിവേകമാകുന്ന വിവേകാസന ഭാഷകാരൻ പറയും.
വിവേകമാകുന്ന വാളുകൊണ്ട് ഇതിനെ ഛേദിക്കും. വാസ്തവത്തിൽ സാക്ഷി ഇന്നത്, ജീവ ഇന്നത് എന്ന് വേർതിരിച്ചറിയാൻ പോയി. ഏകമായിട്ടാണ് അധ്യാസം പ്രധാനം. പ്രത്യപ്രവണദൃഷ്ടി വിവേകമാകുന്ന വാളുകൊണ്ട് ആ സാക്ഷിയിൽ നിന്നും ഈ ജീവനെ ഛേദിച്ച് നശിപ്പിക്കും. വിവേകത്തിന്റെ തലത്തിലാണ്. അങ്ങനെ വേർതിരിക്കുമ്പോൾ പറയുന്നു സംസാരവും ആത്മനിക്ഷത. ഈ പറയുന്നതിന് സംസാരം എന്ന് പറയുന്നത് സുഖത്തിൽ അതാ ജീവസാക്ഷിയിലില്ല. ഈ സാക്ഷിയുടെയും ഈ ജീവന്റെയും മധ്യത്തിൽ വിവേകം എന്ന് പറയുന്ന ഈ വാളില്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിലൊരർത്ഥമില്ലാതെ. ഒരാൾ പറയുന്നു ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി, എനിക്ക് സുഖദുഃഖങ്ങളൊന്നുമില്ല, എനിക്ക് ബന്ധമോക്ഷങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് ജീവഭാവത്തിലിരുന്നുകൊണ്ടാണെങ്കിൽ അതിനൊരർത്ഥമില്ല. ആർക്കും പറയാം അഹം ബ്രഹ്മാസ്മി എന്നാൾക്കാർ പറയാൻ വയ്യാത്ത. പക്ഷെ പറയുന്നവരാ തന്റെ ജീവഭാവത്തെ വിടാതെ ജീവഭാവത്തിലിരുന്നുകൊണ്ട് അതിനെ ഉറപ്പിച്ചുകൊണ്ടാ പറയുന്നത്. അഹംബുദ്ധി അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സാങ്കേതികമായി പറയുന്നത് ബാധസാമാനാധികരണം എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ, ഒരു തത്വജ്ഞൻ ഉപദേശിക്കുമ്പോൾ അവിടെ ആ ജീവഭാവത്തെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ജീവഭാവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഒന്നും സംഭവിക്കില്ല എന്നാണ് ഉത്തരം. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? വിവേകം പോലെ അവിടെ പ്രവൃത്തി വേണം. പ്രവൃത്തിയിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അല്ലേ? അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് പോകുന്നു, വേറെ എന്തെങ്കിലും സംഭവിക്കും. ഇവിടെ പാത്രം ഉണ്ടായി വരുമോ? ഇല്ല. പാത്രം ഉണ്ടായി വന്നെങ്കിൽ ഉദാഹരണം പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാലും അവിടെ പാത്രം ഉണ്ടായി വരും. വീട്ടിലത്ത് വെളിച്ചം കൊണ്ടുവന്നാൽ പാത്രം ഉണ്ടായി വരും. അപ്പൊ വിവേകത്തിനെ സംബന്ധിച്ച് വിവേകത്തിനൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ ഭ്രാന്തിയെ മാറ്റുക, ഇരുള് മാറ്റുക. അതൊരു കാര്യമായിട്ടല്ലതാണ്. എന്തുകൊണ്ട് കാര്യമല്ല? ഇരുള് മാറുന്നത് എന്തുകൊണ്ടൊരു ഫലമാകുന്നില്ല? കാരണം ഇരുളെന്ന് പറയുന്ന ഒരു വസ്തുവില്ല. ഒരു വസ്തുവിന് എന്തെങ്കിലും മാറ്റം വന്നാലേ നമുക്കതിന്റെ ഫലമെന്ന് പറയാൻ പറ്റും. മണ്ണ് ഒരു വസ്തുവാണ്, അതിനൊരു മാറ്റം വന്നപ്പോൾ പാത്രമായി. അത് നമുക്കൊരു ഫലമെന്ന് പറയാം. നമ്മുടെ അനുഭവത്തിൽ, വ്യവഹാരത്തിൽ ഫലം അങ്ങനെയുള്ളൂ, വസ്തുവിലേ സംഭവിക്കത്തുള്ളൂ. വെളിച്ചം വന്ന് ഇരുള് മാറിയ എന്താ ഫലം? ഇല്ലാത്ത ഒന്ന് മാറി എന്ന് പറയും. ഇരുളിന് വസ്തു സ്വഭാവമുണ്ടോ? മറ്റേതെങ്കിലും ഒരു വസ്തുവിന്റെ സ്വഭാവത്തിനുണ്ടോ? വസ്തു സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ഭ്രാന്തി മാറുന്ന അതുപോലെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അതാണ് വിവേക കാര്യം എന്ന് പറയുന്നത്. വിവേക ഫലമെന്ന് പറയുന്നത് പോലും ശരിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്തിന്റെ ഫലമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വസ്തുതന്ത്രം എന്ന് പറയുന്നത്. കർത്തൃതന്ത്രമല്ല എന്ന് പറയുന്നു, കർമ്മഫലമല്ല എന്ന് പറയുന്നു. അവിടെ എല്ലാം അതാ സൂചിപ്പിക്കുന്നു. അപ്പോൾ വെളിച്ചം വന്ന് ഇരുള് മാറി പിന്നെ എന്തോ ഒന്നിനെ കൂടെ പ്രതീക്ഷിക്കുക, അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നു. വെളിച്ചം ഇതിനങ്ങനെ ഒരു ഫലത്തെ ഉണ്ടാക്കുന്ന ഒന്നല്ല വെളിച്ചം. അതുപോലെയാണ് ഇവിടെയും. എന്താണ്? വിവേകം കൊണ്ട് അവിവേകത്തെ ഇല്ലാതാക്കുന്നു.
ആ ജീവഭാവത്തെ നിഷേധിക്കുന്നു. അത്രേ. അപ്പോൾ ആ ജീവഭാവത്തെ അല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, ആ ജീവഭാവത്തെ അല്ല തത്വമസി എന്ന് ഉപദേശിക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തന്നിൽ നയിച്ചതേ, പിന്നെ അവൻ തന്നിൽ ഇതിനെയൊന്നും കാണുന്നില്ല. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം താൻ എന്താണ്? ആ സാക്ഷിഭാവമാണ്. അവിടെ അവൻ ഇതിനെ കാണുന്നില്ല. ആത്മ അനാത്മ രണ്ടിനെ അവൻ വേർതിരിച്ചു കഴിഞ്ഞു. അതിനെ തന്നെ സർവാത്മഭാവമെന്ന് വേറൊരു ഭാഷയിലും പറയും. അതുകൊണ്ട് ഇതൊന്നും ആത്മധർമ്മമല്ല. അതുകൊണ്ട് ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും ആത്മസുഖമല്ല, തന്റെ സുഖമാണ്. ആത്മശബ്ദം രണ്ടർത്ഥത്തിനും പ്രയോഗിക്കും. ഒന്ന് ജീവസാക്ഷി, ഒരിടത്ത് ജീവൻ. അപ്പൊ എവിടെ ഏത് താല്പര്യത്തിലാണോ അത് ഉച്ചരിക്കുന്നത് ആ താല്പര്യത്തെ മനസ്സിലാക്കും. ആത്മാവ് സുഖസ്വരൂപമാണെന്ന് പറയും. എന്ന് പറയുമ്പോൾ അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്ന ജീവസാക്ഷി എന്നുള്ള അർത്ഥത്തിലാണ്, ജീവൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ സുഖം എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന നിരതിശയ സുഖം എന്നുള്ള അർത്ഥത്തിലാണ്, അന്ധകരണ പരിണാമമായ സുഖം എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് മുമ്പ് പറഞ്ഞതുപോലെ എന്താണ്? കേവലം അന്ധകരണത്തിന്റെ സാത്വിക ഭാവങ്ങളാണ്. ആ സാത്വിക ഭാവത്തിന്റെ അനുഭവത്തിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആത്മഛായ അതിന്റെ ആവശ്യമുണ്ട്. വെളിച്ചത്തിലല്ലേ എന്തായാലും കറുത്തതായാലും വെളുത്തതായാലും കാണുമെങ്കിൽ വെളിച്ചം വേണ്ടേ? സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കണമെങ്കിൽ വെളിച്ചം വേണം. ആ വെളിച്ചമാണ്, ആ വെളിച്ചത്തിന്റെ സഹായത്താലാണ് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത്. അവിടെ നമുക്ക് ആ വെളിച്ചത്തെയും ആ സുഖത്തെയും വേർതിരിക്കാൻ വയ്യ, വേർതിരിച്ചറിയാൻ വയ്യ. അതുകൊണ്ട് പറയും എന്താണ്? അത് ആ വെളിച്ചത്തിന്റെ സുഖമാണെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. വെളിച്ചത്തിന്റെ സുഖം അതാണ്. ഏതെങ്കിലും ഒരു വസ്തുവിൽ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ വസ്തുവിൽ നിന്നും വെളിച്ചത്തെ വേർതിരിക്കാൻ ഒക്കത്തില്ല. വസ്തുവിനെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ആക്കും, അല്ലെങ്കിൽ ആ വസ്തുവിനെ നിന്ന് വേറൊരു വസ്തുവിനെ വേറെ പറയും. പക്ഷെ ഒരിക്കലും ആ വസ്തുവിൽ നിന്ന് വെളിച്ചത്തെ വേറാക്കാൻ കഴിയില്ല. ഇത് വസ്തു, ഇത് ഈ വസ്തുവിന്റെ വെളിച്ചം, അങ്ങനെ മാറ്റാൻ പറ്റില്ല. വെളിച്ചമില്ലാതെയാകാം. വിളക്കൂതിക്കെടുത്തിയാൽ വെളിച്ചമില്ലാതാവും. പിന്നെ വസ്തുവിന്റെ ദർശനമില്ല. വസ്തു പ്രത്യക്ഷത്തിൽ വസ്തുവിനെയും വെളിച്ചത്തെയും രണ്ടാക്കാൻ പറ്റില്ല. എന്താണ്? അത് വെളിച്ചത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ആത്മപ്രകാശത്തിൽ സർവ്വവിഷയങ്ങളും അതിനോട് താതാത്മ്യമായി അനുഭവപ്പെടും, സുഖവും ദുഃഖവുമല്ല. അതുകൊണ്ടാണ് എല്ലാ അനുഭവത്തെയും പറയുന്നത് എന്റെ സുഖം, എന്റെ ദുഃഖം, സർവത്തെയും അതിനോട് താതാത്മ്യപ്പെട്ടിട്ട്. അത് അന്ധകരണ പരിണാമങ്ങളോട് ആത്മപ്രകാശം താതാത്മ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് ഇതെല്ലാം അതിൻ്റേതാണെന്ന് ധരിക്കരുത്, ആത്മപ്രകാശത്തിൽ ഇതാണെന്ന് ധരിക്കരുത്, ആത്മസ്വരൂപത്തിലാണ് ഇതെന്ന് ധരിക്കരുത് എന്നാണ്. പക്ഷെ ഇത് അദ്വൈതിയുടെ നിലപാട്. അദ്വൈതിയുടെ നിലപാടെന്ന് പറഞ്ഞാലും പോലെ അദ്വൈതികളിൽ തന്നെ പല ജാതികളുണ്ട്. ഇത് ഭാഷ്യകാരന്റെ നിലപാടിലാണ്. ഭാഷ്യത്തെ പിന്തുടരുന്ന ആചാര്യന്മാരുടെ നിലപാട്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ഭാഷ്യം, ഭാഷ്യവ്യാഖ്യാനം ആനന്ദഗിരി, ഭാഷ്യവ്യാഖ്യാനം വാർത്തികം, ഇതിന്റെ എല്ലാം സാരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ആചാര്യന്മാരുടെ എല്ലാം ഈ സുഖദുഃഖാദികൾ, ജീവൻ, ജീവസാക്ഷി തുടങ്ങിയ സംബന്ധിച്ചുള്ള ഇവരുടെയൊക്കെ നിലപാടിതാണ്. അദ്വൈതികളാണെന്ന് പറയുന്ന മറ്റു ചില ആചാര്യന്മാരും മറ്റു പലതും പറയുന്നുണ്ട്. അതിപ്പോ ഇവിടെ എടുത്തിട്ട് കാര്യമില്ല.
പക്ഷെ ഗുരു പറയുന്നത് ശ്രദ്ധയുള്ള ശിഷ്യൻ കേൾക്കും. കാരണം അധികം ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ കേൾക്കും. എന്തുകൊണ്ടാണ് ശ്രദ്ധ? പക്ഷെ എല്ലാവരും അത് കേൾക്കണമെന്നല്ല. ആ ശ്രദ്ധയില്ലാത്തവരാണ് വീണ്ടും ചോദിക്കുക. അതെങ്ങനെ ശരിയാകും? അതാണ് വീണ്ടും ചോദ്യം വരുന്നത്. താർക്കിക സമയ വിരോധാദായുക്തമിതി ചെയ്തു. ഇവിടെ അദ്വൈതം മാത്രമല്ല സിദ്ധാന്തം, ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, ഒരുപാട് ആചാര്യന്മാരുണ്ട്, ഋഷിമാരുണ്ട്. ഋഷയോ വിഭിന്ന പല ഋഷിമാരുണ്ട്. താർക്കിക സമയം, താർക്കിക സിദ്ധാന്തം, ഗൗതമ കണാദന്മാരുടെ അനുയായികൾ. നിങ്ങളീ പറയുന്നത് അവരുടെ ചിന്തയിൽ നോക്കുമ്പോൾ ഒട്ടും ശരിയാകുന്നില്ല. അവരും യുക്തിവാദികളാണ്, ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ്. അവരെങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റും? അവരുടെ ചോദ്യത്തിനും സമാധാനം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സിൽ വരുന്ന മറ്റു പല ചിന്തകൾ. ശിഷ്യന്മാർ പല തരത്തിലുണ്ടല്ലോ. ചിലർ ശ്രദ്ധയോടുകൂടി പറയുന്നത് ഗ്രഹിക്കാൻ ശ്രമിക്കും. ചിലരങ്ങനെയല്ല, കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ മാറി ചോദ്യങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അതിന് വിക്ഷേപമെന്ന് പറയും, മനസ്സിന്റെ വിക്ഷേപം. ശരിയായ തത്വത്തെയാണ് പറയുന്നത്. ആ തത്വത്തിൽ മനസ്സ് ഏകാഗ്രപ്പെട്ടാൽ പിന്നെ അവിടെ ചോദ്യം വരത്തില്ല. പിന്നെ അവിടെ മനസ്സെന്ന് പറയുന്നത് തത്വത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കും. തത്വാനുസന്ധാനം മാത്രം. പക്ഷെ മനസ്സ് ആ തത്വത്തിന് ഏകാഗ്രപ്പെടുന്നില്ലെങ്കിൽ മനസ്സിൽ വികല്പങ്ങൾ വരും. അതിന് ഈ തത്വപ്രസംഗത്തിന്റെ ഇടയ്ക്ക് വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ മനസ്സിൽ വരുന്ന വികല്പങ്ങളാണ്. അതിനോരോ പേര് പറയുന്നു എന്നേ ഉള്ളൂ. സാഖ്യനെന്നും താർക്കികനെന്നും ബൗദ്ധനെന്നും. ഇതെല്ലാം എല്ലാവരുടെയും മനസ്സിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടങ്ങനെയുള്ള വികല്പങ്ങൾ വരുന്നു? അത് മനസ്സിന്റെ ദോഷമെന്ന് പറയും. അതിന്റെ പരിഹാരങ്ങളായിട്ടാണ് മറ്റു സാധനങ്ങളെല്ലാം നിർദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു വികല്പമാണ് ഇവിടെ താർക്കിക സമയവിരോധം. എന്താണ് താർക്കികന്മാർ പറയുന്നത്? ഒരു ആത്മാവിനെ കുറിച്ച് സുഖദുഃഖാദികളെ കുറിച്ചൊക്കെ ചിന്തിച്ചു. അവർ പറയുന്ന ഈ സുഖദുഃഖാദികളെല്ലാം ആത്മധർമ്മം തന്നെ. ആത്മാവാരാണ് താൻ. ഇത് തന്റെ ധർമ്മമാണെന്ന് എങ്ങനെ തീരുമാനിച്ചു? പുറത്തെ പുസ്തകത്തിൽ നോക്കുക, പുസ്തകം വെളുത്തിരിക്കുന്നു. എന്താണത്? പുസ്തകത്തിന്റെ വർണ്ണം. അതെവിടെ ഇരിക്കുന്നു? പുസ്തകത്തിൽ ഇരിക്കുന്നു. പുസ്തകത്തിന് അനുഭവപ്പെടുന്ന ഈ വർണ്ണത്തെ മേശയുടെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിനവർ പറയുന്ന അവിടെ ഒരു സമാനാധികരണ്യമുണ്ട്. അങ്ങനെ അത് പുസ്തകത്തിൽ തന്നെ കാണുന്നു, അല്ലെങ്കിൽ പുസ്തകത്തെ ആശ്രയിച്ചിരിക്കുന്നതായിട്ട് കാണും. ഒരേ ബോധത്തിൽ തന്നെ വരുന്ന എന്താണോ? വെളുത്ത വർണ്ണമുള്ള പുസ്തകം ഒരു ബോധത്തിൽ തന്നെ വരുന്നു. അവിടെ അഭേദമായും വരുന്നു. അതാണ് സമാനാധികം. എങ്ങനെ? വെളുത്ത പുസ്തകം. അപ്പോൾ ഈ വർണ്ണം പുസ്തകത്തിന്റെ ഏതാണെന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? സ്വാനുഭവം കൊണ്ട്. അനുഭവത്തെ കൊണ്ടത് തീരുമാനിച്ചെങ്കിൽ ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റും? എന്ത് യുക്തി കൊണ്ട് ഇതിനെ നിഷേധിക്കാൻ പറ്റും? അപ്പൊ അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. ഇത് വെളുത്ത പുസ്തകമാണെന്നേ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതുപോലെ അനുഭവപ്പെടുന്നു. ഞാൻ ദുഃഖിയാണ്. നേരത്തെ പറഞ്ഞു ദുഃഖിതോഹം, സുഖിതോഹം. ഞാൻ സുഖിമാനാണ്. അങ്ങനെയോ അല്ലെങ്കിൽ എന്നിൽ സുഖമുണ്ടെന്നോ എന്നെ ദുഃഖമുണ്ടെന്നോ രണ്ട് രീതിയിലും പറയാം. ഇവിടെ പുസ്തകത്തെ സംബന്ധിച്ച് പറയുന്നതാണ് പുസ്തകം വെളുത്തതാണ്, അല്ലെങ്കിൽ പുസ്തകത്തിൽ വെളുപ്പ് നിറം, രണ്ടും പറയാം. അതുപോലെ ഞാൻ സുഖിമാനാണ്, അല്ലെങ്കിൽ എന്നിൽ സുഖം. ഇതിലൊരു സമാനാധികരണ്യമുണ്ട്. ബാഹ്യമായ വസ്തുക്കളിൽ എങ്ങനെയാണോ ഈ ഗുണഗുണികളെ അറിയുമ്പോൾ, വസ്തുവിനെയും അതിന്റെ ഗുണത്തെയും, പുസ്തകം അതിന്റെ ഗുണം വെളുപ്പ്, ഇതിനെ അറിയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമാനാധികരണ്യം എന്ന് വെച്ചാൽ ഒരു ഏകത്വം, ഒരു അഭേദത.
അതിവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്. നിങ്ങളെന്താ അനുഭവത്തിന് പ്രാമാണ്യം കൽപ്പിക്കുന്നില്ലേ? അനുഭവത്തെ തുറന്നാണല്ലോ യുക്തി വരേണ്ടത്. അപ്പോൾ യുക്തിക്കും പ്രാമാണ്യം കൽപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ യുക്തി ഇതാണ്: തന്നിൽ സുഖം ഇരിക്കാതെ, തന്നിൽ ദുഃഖം ഇരിക്കാതെ ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ളൊരു അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ തന്നിലാണ്. അത് തീരുമാനിക്കുന്നതിനെന്താ? അതിനവർ വളരെ നീണ്ട അനുമാനം പറയും. ഇച്ഛാദേ ആത്മഗുണാഹ എന്നെല്ലാം പറയും. നീണ്ട അനുമാനങ്ങൾ അവർ പറയും. അതിൽ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയനം, ഉപനയം, ദൃഷ്ടാന്തം, ഇങ്ങനെയുള്ള അവയവവാക്യങ്ങളിലൂടെ അതൊക്കെ അവർ സമർത്ഥിക്കും. അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. ഒരു സാമാന്യ യുക്തിയല്ല. അന്വയ വ്യതിരേകങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കും. അവർ യുക്തി പ്രയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സാമാന്യമായി ചിന്തിച്ചാൽ അറിയാം സ്വദുഃഖങ്ങൾ തന്നിലാണ്, ആത്മാവിലാണ് എന്ന് പറഞ്ഞാലോ തർക്കിക സമയ വിരോധായുക്തം ചെയ്യുന്ന യുക്തിയാവി ആത്മനോ ദുഃഖിത്വ അനുപത്തേഹി. നിങ്ങളുടെ അനുഭവത്തോടൊന്നു വരുന്ന യുക്തി ഇതെല്ലാം സംബന്ധമാണ്. യുക്തി കൊണ്ടും ഇത് ആത്മാവിൽ സുഖദുഃഖങ്ങളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. താർക്കികന്മാർ പറയുന്നതിലൊരു ശരിയുണ്ട്. അവരെന്താ പറയുന്നത്? എന്നിലാണ് സുഖദുഃഖങ്ങളെന്ന്. അത് ശരിയാണ്. ആരാണ് താൻ? ഈ ജീവൻ. ആ ജീവനാണ് താനെന്നറിയുന്നത്. തന്നെ തന്നെയാണ് സുഖദുഃഖങ്ങൾ. ഇവിടെ ചർച്ച ചെയ്യുന്ന അതല്ല. അവർ പറയുന്നത് ആത്മാവിലാണെന്നോ. താർക്കികന്മാർക്കത് പിടിയിട്ടിട്ടില്ല. ആത്മഭാവം, ജീവൻ, ഈ രണ്ട് ഭാവങ്ങളെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ജീവഭാവത്തെയും സാക്ഷ്യഭാവത്തെയും അവരുടെ യുക്തിക്ക് പിടികിട്ടിയില്ല. അതാണ് അവർക്ക് സംഭവിച്ചൊരു കുഴപ്പം. അദ്വൈതത്തിന്റെ മേന്മ അതിനാണ്. അദ്വൈതത്തിലെ ജീവഭാവത്തെയും സാക്ഷ്യഭാവത്തെയും വേർതിരിക്കുന്നു. ഇനി നിങ്ങളുടെ യുക്തിയിൽ വന്ന പെശകെന്താണ്? അത് വ്യക്തമാക്കി തരാം. എന്താണ്? നഹി ദുഃഖേന പ്രത്യക്ഷ വിഷയേണ ആത്മനോ വിശേഷ്യത്വം പ്രത്യക്ഷ വിഷയത്വം. ഈ താർക്കികന്മാരിൽ പല കൂട്ടുകാരുണ്ട്. അതിൽ ഒരു കൂട്ടരുണ്ട്, അവരെ ജരൻ നൈയായികന്മാരെന്ന് പറയും. പഴയ ആൾക്കാർ. ജരൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നുള്ളത്. ആധുനികന്മാരുണ്ട്. അതിന് പഴയ ആൾക്കാരിൽ വൈശേഷികന്മാരൊരു കൂട്ടർ പറയുന്നത് ഞാനെന്നറിയുന്ന ആത്മാവിനെ എന്നാണ്. വൈശേഷികന്മാരുടെ ചിലരുടെ അഭിപ്രായം. അവരുടെ ജരൻ നൈയായികന്മാരെന്ന് പറയും പഴയ ആൾക്കാർ. ഞാനെന്ന് സംശയലേശമന്യേ ആത്മാവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നിൽ സുഖമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ സുഖമുണ്ടെന്നാണ് അവർ സമർത്ഥിക്കുന്നത്. എന്നിൽ സുഖമുണ്ട് എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആത്മാവിൽ സുഖമുണ്ട്. ഇത് ആത്മശബ്ദത്തിന് ഞാനെന്നർത്ഥമുണ്ട്. അതുകൊണ്ട് എന്നിൽ സുഖമുണ്ടെന്ന് അതിനർത്ഥം വരും. ആ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. പക്ഷെ ആ അനുഭവങ്ങളൊന്നും ആത്മാവിനെ സംബന്ധിച്ചല്ല, ജീവനെ സംബന്ധിച്ചാണ്. ജീവനെ സംബന്ധിച്ച് മാത്രമേയുള്ളൂ, ജീവസാക്ഷിയെ സംബന്ധിച്ചല്ല. ഇക്കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നഹി ദുഃഖേന പ്രത്യക്ഷ വിഷയേണ ആത്മനോ വിശേഷ്യത്വം പ്രത്യക്ഷാവിഷയത്വ. ഇവിടെ ആത്മാവ് പ്രത്യക്ഷാവിഷയമാണ്. ഞാൻ ദുഃഖിയാണ്, എന്നിൽ ദുഃഖമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ജീവസാക്ഷിയല്ല വിശേഷ്യമായിരിക്കുന്നത്, മറിച്ച് കേവല ജീവനാണ്, സംസാരിയാണ്, സുഖദുഃഖാദികളോടുകൂടി ഇരിക്കുന്നവനാണ്. ജീവസാക്ഷിയെപ്പോഴും ഇതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. അത് എന്തിനാ ഇങ്ങനെ ഒരു ജീവസാക്ഷി? അത് പറഞ്ഞു. അങ്ങനെ ഒരു ജീവസാക്ഷി അംഗീകരിച്ചേ മതിയാവും. ബോധ്യപ്പെടുന്നുവെന്നുണ്ടെങ്കിൽ ഒരു ബോധവും അതിന്റെ പിന്നിൽ വേണം.
ജീവനെ തന്നെ താൻ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ആ അറിവ്, തന്നെ അറിയിക്കുന്ന അറിവ്, അതുകൊണ്ടായാലേ പറ്റും. അതിനാണ് ജീവസാക്ഷി എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഭിത്തിയും ചിത്രവും പോലെ. ഭിത്തിയില്ലാതെ ചിത്രരചന സാധ്യമല്ല. ഈ അനുഭവ രൂപത്തിലുള്ള അനുഭവ സാക്ഷി, അത് ഈ അനുഭവത്തിലൊന്നും പ്രകടമാകുന്നില്ല. അത് കേവലം അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നു, അനുഭവസ്വരൂപമായി തന്നെ നിൽക്കുന്നു. അതിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദർപ്പണത്തിലെ ദൃശ്യം പോലെ. അവിടെയൊക്കെ നമുക്ക് ഈ ദൃഷ്ടാന്തങ്ങളിലെല്ലാം ഒരു കുഴപ്പമില്ല. കാരണം ദർപ്പണത്തിലെ ദൃശ്യം എന്ന് പറയുമ്പോൾ ദർപ്പണം വേറെ, ദൃശ്യം വേറെ, കാണുന്ന ഞാൻ വേറെ. ഭിത്തിയിലെ ചിത്രം എന്ന് പറയുമ്പോൾ ഭിത്തി വേറെ, ചിത്രം വേറെ, കാണുന്ന ഞാൻ വേറെ. ഇവിടെ അതല്ല. ഇവിടെ ജീവസാക്ഷി, പിന്നെ ജീവൻ, ജീവന്റെ ദൃശ്യങ്ങൾ. ഇവിടെ ആ ജീവനെ ആശ്രയിച്ചുള്ള വിവേകം കൊണ്ട് വേണം ഇതിനെ വേർതിരിക്കാൻ. മറ്റിടത്ത് അങ്ങനെയല്ല, കാര്യങ്ങളെല്ലാം ബാഹ്യമാണ്, കാണുന്ന താൻ വേറെയാണ്. ഇവിടെ ജീവസാക്ഷിയും ജീവനെ വേർതിരിക്കാൻ വിവേകമേ ഉള്ളൂ. പ്രത്യക്ഷ വിഷയത്വ. അതുകൊണ്ട് മനസ്സിലാക്കുന്നു ആത്മാവ് ഈ അനുഭവത്തിന് വിഷയമല്ല. ഇവിടെ സുഖദുഃഖ അനുഭവങ്ങളുണ്ട്, അത് ജീവനെ ആശ്രയിച്ചാണ്. അവിടെ വിശേഷമായിരിക്കുന്നത് ജീവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ യുക്തി ശരിയല്ല എന്ന് പറഞ്ഞാൽ വിടുന്ന കൂട്ടരല്ല, തർക്കിക്കാൻ ബഹുമിടുക്കന്മാരാണ് അവർ. അതുകൊണ്ട് അവർ വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കും. നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതാണ് തുടർന്ന് വരുന്നത്. ശിഷ്യ